അപ്പോൾ രാവിലെ തന്നെ സൗമ്യ ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചായ എനിക്ക് കുഞ്ഞുങ്ങള് ഉണരുന്നത് വരെയൊക്കെ ഉള്ളു കേട്ടോ സംസാരം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അതെ, എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ചായ കിട്ടണം, അത് നിർബന്ധ. അപ്പോൾ പിന്നെ എന്താ പറയുക, ഓരോ സ്റ്റേജ് നമ്മൾ ജീവിതത്തിൽ ഓരോ സ്റ്റേജ് മാറുന്നതോറും നമ്മൾ മാറിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് ഈ ചായ എന്ന് പറയുന്നത് എൻ്റെ ആദ്യം എന്നിട്ട് ചെറുപ്പത്തിലൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഭവം ഒന്നുമല്ല. പക്ഷേ ഇപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായ കുടിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായ കുടിക്കും. പുറത്ത് പോയിട്ട് തട്ടുകടയിൽ ചായ കുടിക്കാറുണ്ട്, സ്നാക്സ് അല്ലേ, വീട്ടിൽ നിന്ന് കുടിക്കുന്ന കൂടെ തട്ടുകട. അതൊരു വൈബാണ് കേട്ടോ. രാത്രിയിലൊക്കെ ഇങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് കുഞ്ഞിനും ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞങ്ങനെ പൊതുവെ സ്നാക്സ് ഒന്നും കഴിക്കുന്നില്ല, പക്ഷെ തട്ടുകടയിലെ സ്നാക്സ് സവാള വട എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളിവട കേട്ടോ. ഇവിടെ അത് ഉള്ളിവട എന്നാണ്. ഇവിടെ പല കാര്യങ്ങളും അങ്ങനെയാട്ടാ. അതായത് നമ്മുടെ തൃശ്ശൂരില് ഇപ്പൊ പറഞ്ഞു ശീലിച്ചത് നമ്മളിവിടെ പോയി പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ. ഇപ്പോൾ 2 വർഷത്തിന് മേലായിട്ട് പോലും ഇപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ തൃശ്ശൂരിലെ ഉള്ള കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നാള് കടയിൽ പോയപ്പോൾ സവാള വട എന്ന് പറഞ്ഞപ്പോൾ സവാള വടയല്ല, ഉള്ളിവടയാണ്. സവാള, അതായത് സവാള വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതെ. പിന്നെ ഉഴുന്നുവട പോലത്തെ ഒരു സംഭവം, ആ ഉഴുന്നുവട തന്നെ അതുപോലത്തെ തന്നെ. അതവിടെ ചെന്ന് വെച്ചപ്പോൾ ബോണ്ടയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങള്. ഇപ്പൊ നമ്മുടെ വിജയമോൻ ഇതാ ഇവിടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ വന്നിട്ട് ഇതാ മുറുക്ക് തിന്നെയാണ്. മുക്ക് തിന്നെ. കുഞ്ഞിപ്പെണ്ണ അവിടെ ഏറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സൗമ്യ അടുക്കളയിലോട്ട് പോയി. അടുക്കളയിൽ എന്തുണ്ടാക്കണേന്ന് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ചായയോടെയും വർത്താനൊക്കെ ആയിട്ടിരുന്ന് കുറേ നേരമൊക്കെ അങ്ങ് പോയി കേട്ടോ. ബോബു വീട്ടിലുള്ള ദിവസമൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ, പ്രത്യേകിച്ച് സൺഡേസിൽ. അങ്ങനെ ഒരു പാട്ടൊക്കെ ടി വിയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ പാട്ടൊക്കെ വെക്കുന്നത് എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവർ രണ്ടുപേരും കൂടി വണ്ടി കഴുകാനൊക്കെ അങ്ങ് ഇറങ്ങി കേട്ടോ. പപ്പയുടെ സ്കൂട്ടർ കഴുകുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ഇതിൽ പോലെ സന്തോഷം വേറൊന്നുമില്ല. മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഉണ്ണിപ്പെണ്ണും കൂടി ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് കൂളാക്കാൻ വേണ്ടി ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ അവളെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ വണ്ടി കഴുകുന്നിടത്ത് ചേട്ടൻ്റെയും പപ്പയുടെ അടുത്തൊക്കെ കൊണ്ട് നിർത്തിയേക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ വണ്ടി കഴുകലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോക്കാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ യാത്ര പോകുന്ന ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പപ്പയും മോനും കൂടി അടുക്കള പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് വേറൊന്നും കൊണ്ടല്ല, ഈ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മൾ 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം ഇങ്ങനെ ബക്കറ്റിൽ ഒഴിച്ച് പുളിപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൈപ്പിലെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കും കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ വളർച്ചയൊക്കെ മുരടിച്ച ചെടികൾക്കൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. നമ്മളപ്പം മിക്കവാറും ഇങ്ങനെ ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വളപ്പിൽ ചെറിയ പച്ചമുളകും പിന്നെ കറിവേപ്പില മരമൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കറിവേപ്പിലയൊക്കെ ഇങ്ങനെ വളർച്ച മുരടിച്ചൊക്കെ നിന്നപ്പോൾ ഇതൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ തളിരിലയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പം പച്ചക്കറികൾക്കും വാഴയ്ക്കും എല്ലാ സൈസ് ചെടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലോണം വളരും. എൻ്റെ കറിവേപ്പില മരമൊക്കെ ഇലയൊക്കെ പൊഴിഞ്ഞിട്ട് ഉണങ്ങിപ്പോകുന്നൊരു പരുവം വന്നപ്പോഴും നമ്മളിതിങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോൾ നല്ലോണം വളർച്ച കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ ഫുഡെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഞാൻ പിന്നെ പഴമാണ് കേട്ടോ പുഴുങ്ങിയത്. ഞാൻ കുക്കറിലാണ് കേട്ടോ പഴം പുഴുങ്ങുന്നത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആവിയിൽ പുഴുങ്ങുന്നതിനെക്കാട്ടും പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്കറിലാണ് പുഴുങ്ങിയെടുക്കാറ്. പിന്നെ ഉണ്ണിപ്പെണ്ണാണെങ്കിൽ നല്ല വാശിയായിരുന്നതുകൊണ്ട് അതേം കൈ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ചില ദിവസമൊക്കെ ആൾ അങ്ങനെയാണ് കേട്ടോ. അല്ലാത്ത ചില ദിവസമൊക്കെ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പം തന്നെ ആൾ തനിയെ എണീറ്റ് വന്നിട്ട് അവളുടെ കളികളൊക്കെ അങ്ങ് തുടങ്ങും കേട്ടോ. ഞാൻ പിന്നെ അവളെ നൈസിനെയും ബൂബിനെ ഏൽപ്പിച്ചിട്ട് കുഞ്ഞിന് പഴം കൊടുക്കുകയാണ് കേട്ടോ. അവനാണെങ്കിൽ കളിയുടെ ഇടയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കഴിച്ചോളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്ക് ഫോണും കാർട്ടൂണും ഒക്കെ കാണിച്ചു കൊടുത്താലും വല്ലതും കഴിക്കത്തുള്ളൂ കേട്ടോ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര കൊടുക്കണമെന്ന് വെച്ചാലും അങ്ങ് കൊടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ കൊടുത്തു കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പുട്ടിന് ആവിയിരുന്ന നേരം കൊണ്ട് ഞാൻ ചോറ് വയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ നേരം കൊണ്ട് നമുക്ക് മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്നത് ചാളയാണ് കേട്ടോ. നമ്മൾ കൂടുതലും ചാള മുളക് കറി വയ്ക്കാനും വറുക്കാനും കൂടിയിട്ട് എടുക്കുക കേട്ടോ. എനിക്ക് ചാള ഉണ്ണിപ്പെണ്ണിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത്. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്ക് സ്പെഷ്യലെന്ന് പറയാനായിട്ട് ഇന്ന് പയർ മുളപ്പിച്ചതാണ് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചതാണ്. നമ്മൾ ചാളക്കറി തലേന്ന് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ
നമുക്ക് സൺഡേ ആയിട്ട് ഇന്ന് രാവിലെ പുട്ടാട്ടാ. പുട്ടും പയറാണ്, ചെറുപയർ. ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപയർ തോരൻ, പ്രത്യേകിച്ച് ഇത് മുളപ്പിച്ചതാണ്. ഉണ്ടാ മുളപ്പിച്ചിട്ട് തോരൻ വെച്ചാൽ മതി. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഉണ്ണിപ്പെണ്ണും കുഞ്ഞിനും വാശിയൊക്കെ മാറി കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടി കഴിഞ്ഞാൽ എപ്പോഴും അടിയും കാര്യം. കുറെ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട് ഇല്ലേന്ന് തന്നെ ഒതുക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ രണ്ടെണ്ണത്തിന് നോക്കണ്ടേ. അത് കാരണം കുറച്ച് നേരം ഇവരെ ഇവിടെ എടുക്കുക. അങ്ങോട്ട് ഇങ്ങോട്ട് കണ്ണു തെറ്റി കഴിഞ്ഞാൽ അപ്പം അടിയാ. അതെ. അപ്പോൾ കുറച്ച് ചളയെടുത്ത് ഞാൻ വറുക്കാനായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞനാണെങ്കിൽ വറുത്തമീൻ ഭയങ്കര ഇഷ്ടം. ഉണ്ണിപ്പെണ്ണും ചെറുതായിട്ട് എരിയൊക്കെ കഴിക്കും കേട്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ എരി മാറ്റിയിട്ടൊക്കെ ഇച്ചിരിച്ചേ കൊടുക്കാറുണ്ട് കേട്ടോ. ഉച്ചത്തേക്കുള്ള ഊണൊക്കെ സൗകര്യം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മീൻകറി എടുക്കണില്ല, കാരണം ആ മീൻകറി എന്ന് പറയുമ്പോൾ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. കാരണം നമ്മൾ മീൻകറി എടുത്തില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഇതൊക്കെയാണ് കാണുന്നത്.